ഹായ് ഗായ്സ്, വേറൊരു വ്ളോഗിലേക്ക് ഏവർക്കും വെൽക്കം. എന്തെങ്കിലും ആയിക്കൊണ്ടോട്ട് അപ്പോൾ ഒരു വ്ളോഗാണ് ഗൈസ് ഇന്ന്. അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ പാത്തോടിയുടെ സൈഡ് മാത്രം നിങ്ങൾ കാണുന്നുണ്ട്. അവൾ വിചാരിച്ചില്ല, എൻ്റെ അടുത്തിരുന്ന് റീൽസ് കണ്ടുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് ഞാൻ ക്യാമറ ഓണാക്കി വ്ളോഗ് എടുത്ത് അവളെ ഉറക്കത്തിന് എഴുന്നേറ്റ് കോലം കാണിക്കാൻ വേണ്ടിയിട്ട് മുടിയൊക്കെ ഇവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. എൻ്റെതും അങ്ങനെയൊക്കെ തന്നെ അതാ. വെട്ടിയപ്പോഴത്തേക്കും കുറച്ച് ലെങ്ത് കുറഞ്ഞു. എനിക്കിങ്ങനെ ഈ ചെവിയുടെ മടക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി വെട്ടിയതാണ്. പക്ഷെ കുറച്ച് തിക്കായിപ്പോയി. 2 മുടി മതിയായിരുന്നു ഫ്രണ്ടിലിടാൻ. ഒരു ബുള്ളറ്റ്. അപ്പം ഇന്ന് പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്തെന്നറിയാമോ? ഇന്ന് വിദ്യാഭ്യാസ ബന്ധാണ് എന്തോ ഇത് ബസ്സൊക്കെ പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് ബസ്സുകൾ നിരത്തിറക്കിയ പിന്നെ വിദ്യാർത്ഥികൾ എന്തോ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രിയാണ് ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വന്നത്. ഇന്ന് ബസ് എടുക്കൂല ടീച്ചേഴ്സിനൊക്കെ. പിന്നെ ക്ലാസ് ഉണ്ട്, അടുത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കൊണ്ടാക്കാം, പക്ഷേ ബസ് എടുക്കൂല. പിന്നെ ബസ് എടുക്കാതെ നമ്മൾ എങ്ങനെ പിള്ളേരെ കൊണ്ടുപോയി? ഇവർക്ക് വേണമെങ്കിൽ നടന്ന് പോകാമായിരുന്നു, പക്ഷേ വൈകുന്നേരം വിളിക്കാനും ഞാൻ പോകണം. അപ്പം ഞാൻ വിചാരിച്ച് പിന്നെ വീട്ടിലെ ഉമ്മ ഇല്ല, തൊഴിലുറപ്പിന് പോയി. അപ്പം അവനെയും കൊണ്ട് ഇവളെ വിളിക്കാൻ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ട് വരണതും പോസിബിൾ. പിന്നെ ആരും വരുമൊന്നുമില്ല. പിള്ളേർക്കൊരു അവധി കിട്ടാൻ കാത്തിരിക്കും. കാര്യം ഇപ്പം ശനിയാഴ്ച വരെ ക്ലാസ് ഉണ്ടെന്നാണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം. അതുകൊണ്ട് കുട്ടികൾക്കൊരു അവധി കിട്ടാൻ കാത്തിരിക്കുന്നത് കൊണ്ട് ആരും പോവില്ല. അത് വേറെ കാര്യം. അപ്പം നമ്മളിപ്പം 8:30 എഴുന്നേറ്റില്ല, 8:30 എഴുന്നേറ്റ് നമ്മൾ ചായ ഒന്നും കുടിച്ചില്ല, റീൽസ് കണ്ടുകൊണ്ടിരുന്നു. പിന്നെ വീട്ടിലിനിയിപ്പം ജോലി, ഉമ്മ ചോറുണ്ടാക്കി വെച്ചിട്ട് പോയി. ഇനി ചായ കുടിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. സത്യം, അയ്യോ അന്ധവിശ്വാസം. സത്യമല്ല, തുമ്മൽ വന്നത്. നമ്മൾ പണ്ട് തുമ്മുമ്പോൾ സത്യം എന്ന് പറഞ്ഞേ അപ്പുറത്ത് മാമാടെന്ന് ബഹളം വയ്ക്കുന്നു, അടുത്ത ഫോണിൽ സംസാരിക്കുന്നതാണ്. അപ്പം ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, ചായ കുടിക്കണം. നൊത്തോലി ഫ്രിഡ്ജിൻ്റെ അടുത്ത് വെച്ചിരിക്കണം, നൊത്തോലി കൂട്ടാൻ വയ്ക്കണം. പിന്നെ അവിയൽ വയ്ക്കണം. അങ്ങനെ കുറേ ജോലിയുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നുമില്ല. ചപ്പാത്തി കുറച്ച് ബട്ടർ ഇരിക്കണം ഫ്രിഡ്ജിന്. അപ്പോൾ അതെടുത്തിട്ട് ബട്ടറിലിട്ട് ചപ്പാത്തി ചുട്ട് കഴിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ഇൻട്രോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ തകർത്ത് എന്തൊക്കെ ഉണ്ടാക്കുകയാണ്. ആ കത്രിക മുറിയുന്ന പോലും ഇല്ല. ഇന്നലെ നമ്മൾ മുടി വെട്ടി ഗൈസ്. മുടി വെട്ടിയപ്പോഴത്തേക്ക് അവനൊരു വര ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ വര കാണിക്കുന്ന സന്തോഷം കണ്ട. നോക്ക് ഇതെന്തൊരു നാഷണൽ ഹൈവേ ആടേ ഇത്? ഇതെന്തരടാ ഇത്? ഇതെന്ത് എന്നെ കൊടുമൈ സ്ഥലമാണ്. ഇങ്ക പാറടാ കണ്ണ. അതാ ഇനി ആ വഴിയും കാണിച്ചുകൊണ്ടേ അവൻ ഇരിക്കുകയുള്ളൂ. നല്ലപോലെ കാണിക്കട്ടെ. ആ തല ഒന്ന് തിരിച്ചു വയ്ക്കൂ. ആ വെട്ട് നല്ലതുപോലെ കാണിട്ടേക്കണ്ട. എന്നിട്ട് അവൻ്റെ ഇത് പേപ്പർ വെട്ടുന്നു. ചായ പിടിച്ച മക്കളെ, അവൻ എടുത്ത് കുടിച്ചോളും. കുട്ടപ്പനാണ് ഗൈസ്. ഫുഡൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ റൂം വൃത്തിയാക്കി ഇടുക അതിൻ്റെ ഒരു ശീലമാണ്. പിന്നെ ഇതൊക്കെ വൃത്തിയില്ലായ്മയല്ല. എൻ്റെ മോനും എൻ്റെ മോളും കൂടി അവരുടെ കലാവാസന തെളിയിച്ചതാണ്. ഫുള്ള് വരച്ച് കുറിച്ചതാണ് കണ്ട. ഈ ഒരു വൃത്തികേട് മാത്രമേ എൻ്റെ റൂമിലുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഞാൻ നല്ല നീറ്റായിട്ട് ഒതുക്കി പറക്കി അടുക്കിയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, റൂമൊക്കെ നല്ല ഒതുക്കിയിട്ടിട്ടുണ്ട്. വീടൊക്കെ തൂത്തുവാരി ഇനി ഫുഡുണ്ടാക്കി ഗൈസ്. അപ്പം ഞാനൊന്ന് പെരുമാതുറ ഹോസ്പിറ്റൽ വരെ പോവുകയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്നുള്ളൊരു സംഭവം എൻ്റെ അജണ്ടയിലില്ലായിരുന്നു. പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എന്തോ എനിക്ക് ഭയങ്കര തല ഇറക്കം. എനിക്ക് കുനിയാൻ പറ്റുന്നില്ല, നിവരാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റലിൽ പോയിട്ട് BP ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. എനിക്ക് ലോ ആണ് എപ്പോഴും. അപ്പം ഞാൻ പോയിട്ട് വരാവേ. അപ്പം പിള്ളേരെ കൊണ്ടുപോകുന്നില്ല, അവരിവിടെ നിന്ന് കളിച്ചോളും. എന്താ അപ്പുറത്ത് കുഞ്ഞുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്, ആഷിഖ്. അവിടെയൊക്കെ പോയി നിന്ന് കളിച്ചോളും. കുഴപ്പമില്ല, സീനൊന്നുമില്ല. നമ്മളവിടെ ഇഷ്ടംപോലെ ആളുകളുള്ളതുകൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ല. എടാ അത് സൂമാണ് മോനെ, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. പരിപ്പ് കറി ചൂടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് ഇന്നലെ വെച്ചതാണ്. അപ്പോൾ കുറച്ച് ബാക്കി വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇച്ചിരി ഉള്ളൂ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് നത്തോലി കറി മാത്രമേ വെച്ചിട്ടുള്ളൂ. ഫ്രൈ ചെയ്യാനുള്ളത് മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഈച്ച. അപ്പം പരിപ്പ് കറി ചൂടാക്കിയിട്ടില്ലായിരുന്നു. അപ്പം ചൂടാക്കിയിട്ട് ഇവിടെ 2 മണിയുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർ കാണും. OP ദിവസം 2 മണിയുടെ കാണും. അപ്പോൾ അതിന് കുഴപ്പമില്ല. 12 മണിയായി. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് നടന്നാണ് വേണം കേട്ടോ. നടന്നാൽ 12 കാലാകുമ്പോൾ അവിടെ എത്തും. 2 മണിക്ക് മുന്നേ വരാൻ പറ്റും. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. പരിപ്പ് കറി ഓഫാക്കി വെച്ചിട്ട് പാത്തൂട്ടിയെ പിടിച്ച് അപ്പുറത്തൊരു വീട്ടിൽ കൊണ്ടാക്കിയിട്ട്, ഇവിടെ ഉമ്മ തൊഴിലുറപ്പിന് വേണ്ടി ഇവിടെ ആരുമില്ല. അപ്പോൾ അപ്പുറത്തെ എൻ്റെ കൂട്ടുകാരിയുടെ വീടുണ്ട്, അവിടെ കൊണ്ടാക്കിയിട്ട് വേണം പോകാൻ. അവിടെ ഇരുന്നോളും. അവിടെ അവൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു കൊച്ചു ചേർക്കാനും വേറെ ആരുമില്ല. അതുകൊണ്ട് അവിടെ ഗൈസ്. അപ്പം ഞാൻ പോകാൻ ഇറങ്ങി ഹോസ്പിറ്റലിൽ. കുടയും കൊണ്ട് പോകണം, ഇല്ലെങ്കിൽ എൻ്റെ കുട്ടി ഒലിച്ചു പോകും.
ഫൗണ്ടേഷൻ ക്രീം പൗഡർ ഇട്ടതാണ്. കുട നാണം കെടുത്തു ഇറങ്ങി വരുന്നത്. ഈ കുട എന്ന് ശരിയാക്കട്ടെ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലെത്തി. കൂടുതൽ വീഡിയോ നടന്നു വരുന്ന വഴിക്ക് എടുക്കാത്തത് ഒന്നാമത് ഭയങ്കര വെയിൽ, അതിൻ്റെ കൂടെ കുടച്ചക്രം, ബാഗ്, ഫോണ്, കർച്ചീഫ് എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വന്നു. 135 എൻ്റെ OP ടിക്കറ്റ്. അവിടെ 106 ആയിട്ടുണ്ടായിരുന്നല്ലോ. കുറേ നേരം വെയിറ്റ് ചെയ്തു. ഏകദേശം 1:45 ആയപ്പോഴാണ് ഡോക്ടറെ കാണാൻ പറ്റിയത്. അപ്പോൾ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നല്ല രീതിയിൽ ശരീരത്തിൽ കുറവുണ്ട്. അയൺ കണ്ടൻറ്റ് കുറവാണ്. പിന്നെ BP ഭയങ്കര ലോ ആയിരുന്നു. അപ്പോൾ ടാബ്ലറ്റൊക്കെ എഴുതി തന്നിട്ട് നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം, സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ പാടില്ല, വീട്ടു ജോലിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. എന്നാലും ഞാൻ ഡോക്ടറുടെ അടുത്തെല്ലാം തലകുലുക്കി സമ്മതിച്ച് തിരിച്ചു വന്നു. അപ്പം ഭയങ്കര വെയിലായിരുന്നു വരുന്ന വഴിക്ക്. അപ്പം ഞാൻ ഭയങ്കര ക്ഷീണവും തലകറക്കവും കൊണ്ട് സാബുമാരെ കടയിൽ കയറി ഒരു ഫ്രൂട്ട് സർബത്ത് കുടിച്ചായിരുന്നു. ഈ സ്പൂണ് ആദ്യം അതിലിട്ട് തന്നപ്പോൾ ഞാൻ വായിൽ വെച്ചപ്പോൾ ഓർത്തത് എൻ്റെ പൊന്നി എത്ര പേര് വായിൽ വെച്ച് കുടിച്ചതായിരിക്കും. പിന്നെ ആദ്യമേ അവരതിലിട്ട് ഇളക്കിയത് കൊണ്ട് എനിക്ക് പിന്നെ ഒന്നും പറയാനും പറ്റിയില്ല. കുടിച്ചല്ലേ പറ്റൂ. പിന്നെ ഞാൻ മുഴുവൻ കുടിച്ചില്ല. ബാക്കി പാഴ്സൽ ഇത് വീട്ടിൽ കൊണ്ടുപോയി. പേടിക്കണ്ട കേട്ടോ ഗൈസ്. അപ്പം 2:30 മണിയായി. ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. 1:40 ആയപ്പോഴാണ് അവിടെ നിന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ എനിക്ക് തല ഇറങ്ങിയോണ്ട് ഇടയ്ക്ക് ഞാൻ സർബത്ത് കുടിച്ചായിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇപ്പം ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻസിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞു. വൈറ്റമിൻസിൻ്റെ കുറവ് നല്ല രീതിയിൽ എനിക്ക് എന്നെ കണ്ട് ചിരി വരണം. വൈറ്റമിൻസിൻ്റെ കുറവ് നല്ല രീതിയിലുണ്ട്. BP ലോ. അപ്പോൾ എനിക്ക് വൈറ്റമിൻസ്, മിനറൽസ് എന്തൊക്കെ ഒന്നും കൂടുതലില്ല, എല്ലാം കുറവ്. BP ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു ജോലി ചെയ്യുമ്പോൾ വെപ്രാളപ്പെട്ട് ചെയ്യരുത്. ഐ മീൻസ് അടുക്കള ജോലിയൊക്കെ ചെയ്യുമ്പോൾ വെപ്രാളപ്പെട്ട് നെട്ടോട്ടം ഓടി ചെയ്യേണ്ട. പതുക്കെ സാവകാശം സ്ലോയിൽ ചെയ്താൽ മതി. പിന്നെ ഒരു പ്രാവശ്യം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വന്നതിന് ശേഷം എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ് കൈകാലുകൾക്ക് വേദന, മുട്ടുവേദന. പിന്നെ ചുരുക്കി പറഞ്ഞാൽ വയസ്സായി എന്ന് ഡോക്ടർ പറയാതെ പറഞ്ഞു, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കണം. അപ്പോൾ നെത്തോലി കറിയും നെത്തോലി പൊരിച്ചതും ചോറും കൂട്ടിയതേ മാമുണ്ണണം. ഒരു ലോഡ് ഗുളിക തന്നു ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിച്ച് നന്നായിട്ട് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. ഗുളിക കഴിക്കുന്ന കാര്യമൊക്കെ, റെസ്റ്റ് എടുക്കുന്ന കാര്യം നടക്കാതെ ഇവിടെ കുഞ്ഞു എന്നെ സമ്മതിക്കില്ല. ഞാൻ ഒലീവിയ ഡിസൈൻസിൻ്റെ ആ വീഡിയോ റിയാക്ഷൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഒലീവിയ ഡിസൈൻസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നാക്കുടക്കണ്ടേ സർബത്ത് കുടിച്ചിന്. ഒലീവിയ ഡിസൈൻസ് ഇപ്പം ഭയങ്കര ഇതായിട്ട് ആ സ്ഥാപനത്തിനെ കുറിച്ച് ഭയങ്കര ഇതല്ലേ, നെഗറ്റീവല്ലേ വന്നുകൊണ്ടിരിക്കണം. അപ്പം ഞാൻ കുറേ വീഡിയോകൾ കണ്ടിട്ട് റെഫർ ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഫോണിൻ്റെ യൂസ് കുറയ്ക്കാൻ പറഞ്ഞ്, ഫോണിൽ ഒരുപാട് നോക്കരുത്, സ്ട്രെയിൻ ചെയ്യരുത്, വീട്ടു ജോലി പോലും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് വീഡിയോ ഒക്കെ എടുക്കണമൊക്കെ കുറവായിരിക്കും. നന്നായിട്ട് ഉറങ്ങണമെന്ന് പറഞ്ഞു. രാത്രി ഒരല്പം പോലും ഉറക്കളയ്ക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. നന്നായിട്ട് ഉറങ്ങണം, ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കുന്നതും ഉറങ്ങണതും ഒക്കെ ഓക്കെ, റിലാക്സ് ആയിട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതിന് കുഞ്ഞുള്ളിടത്തോളം എന്നെ കൊണ്ട് പറ്റില്ല. അവൻ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. സ്കൂളിൽ പോയി കഴിയുന്ന സമയത്താണെങ്കിൽ ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി എൻ്റെ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ ഈ വ്ളോഗ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ വൈൻഡപ്പ് ചെയ്യണം. എനിക്ക് ഒട്ടും ഞാൻ വയ്യാതെയാണ് ആ സർബത്ത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ വയ്യാതെയാണ് വീഡിയോ എടുത്തത്. ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിക്കട്ടെ ഗൈസ്. ഡോക്ടർ നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഉറക്കം വന്നു. ഞാൻ ബോധം കിട്ടി കിടന്നുറങ്ങി. കുറേ നേരം ഉറങ്ങി. 4:45 വരെ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് ചായ ഇട്ടു. പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്നു. കുഞ്ഞിനെ ഉമ്മ കുളിപ്പിച്ചു. പാത്തുട്ടി അവൾ തന്നെ കുളിച്ചു. അത് കഴിഞ്ഞിട്ട് വൈറ്റമിൻ ഡിയുടെ കുറവുള്ളത് കൊണ്ട് ഇച്ചിരി വെയിൽ കൊള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം കടപ്പുറത്തിരിക്കാൻ പോവുകയും ചെയ്യാം, വെയിലും കൊള്ളാം. അപ്പോൾ 5 മണിക്കൊക്കെ അവിടെ നല്ല വെയിലാണ്. ഞാൻ 5:15 ഈ പോകുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സുലുവിൻ്റെ മോനാണ് ഇവിടെ നിന്ന് കളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വെയിൽ കൊള്ളാനും കുറച്ച് കൊതിയും നുണയൊക്കെ പറയാൻ വേണ്ടിയിട്ട് കടപ്പുറത്തോട്ട് അങ്ങനെ പോയി. വൈകുന്നേരം അവിടെ പോയിരിക്കുന്നത് ഭയങ്കര ഒരു മെൻ്റൽ റിലാക്സ് ആണ്. അപ്പോൾ വെയിൽ എൻ്റെ മുഖത്ത് തന്നെ അടിക്കുന്നുണ്ട്. മുഖത്തടിക്കുമ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് തലവേദനയും വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്ന് കുറേ നേരം വെയിൽ കൊണ്ടിട്ട് വെയിൽ മങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അവിടെ പാർക്കിൻ്റെ അവിടെ ഈ ഒരു കോർണറുണ്ട്, കപ്പിൾസ് കോർണർ എന്ന് പറയും. അപ്പോൾ അവിടെ പോയി ഇരിക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ പോയിരുന്നു. അപ്പോൾ പാത്തുട്ടിയും ഫാസിലായും ഒരു കാർഡ് വെച്ച് എന്തോ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പാത്തുവിനെ പറഞ്ഞ മക്കളെ കാർഡ് കാണിക്കും, ചീട്ടല്ല, അല്ലെങ്കിൽ ആളുകൾ ചീട്ടെന്ന് വിചാരിക്കും. അങ്ങനെ അവളത് കാണിച്ചു. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കുറേ നേരം കൂടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് വൈകുന്നേരം ബാങ്ക് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം റൊട്ടീൻ. ഇതാണ് വൈകുന്നേരം വന്നിരുന്ന് മഗ്‌രിബ് ബാങ്ക് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും വീട്ടിലോട്ട് പോകും. പിന്നെ വീട്ടിൽ വന്ന് പിള്ളേർ ഹോംവർക്ക് ചെയ്യും, രാത്രി ഫുഡ് കഴിക്കും, റീൽസ് കാണും, കുറേ റീൽസ് സേവ് ചെയ്തിട്ടേക്കും എടുക്കും. പിന്നെ പിറ്റേ ദിവസം റീൽസ് എടുക്കും, പിന്നെ രാത്രി കിടന്നുറങ്ങും. ഇതൊക്കെയാണ് ജോലി.